Good afternoon. Good afternoon, teacher. Good afternoon, Miss. Good afternoon. Okay, നമുക്കിന്ന് ഇപ്പൊ ചാപ്റ്റർ 28 അല്ല നമ്മള് ലാസ്റ്റ് എടുത്തത്. ചാപ്റ്റർ 28 ആംബുലൻസ് സർവീസ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാം. പിന്നെ ഇതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ പോർഷൻസ് കഴിഞ്ഞു കേട്ടോ. ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളിലെ പോർഷൻസ് എല്ലാം കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് നോക്കിയേ നിങ്ങള് ചാപ്റ്റർ നമ്മൾ എടുത്ത ചാപ്റ്റേഴ്സ് ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ. നിങ്ങളുടെ ചാപ്റ്റേഴ്സിന്റെ ആ നമ്പറിലേക്കായി ഇമ്പോർട്ടൻസ് ആയിട്ട് ഹെഡിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ. ചിലപ്പോ ഞാൻ പറയുന്ന ഇതായിരിക്കില്ല, അങ്ങനെ ചിലപ്പോൾ ഡിഫറൻസ് വരാം. അപ്പൊ അതുകൊണ്ട് അതിന്റെ നിങ്ങൾ നോക്കുക. ഇൻട്രൊഡക്ഷൻ നമ്മൾ ജസ്റ്റ് എക്സാമിനുള്ളതാട്ടോ ഞാൻ പറയുന്നേ. ഒന്ന് നോട്ട് ചെയ്ത് നിങ്ങള് ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ. എക്സാം പോർഷൻ ആണ്. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ് ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ. ചാപ്റ്റർ 2 ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. എക്സാമിനുള്ള പോർഷൻസ് ആട്ടോ, എന്റെ ഭാഗത്തു നിന്നുള്ള പോർഷൻസ് ആണ് ഞാൻ പറയുന്നത്. ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. ഇനി ചാപ്റ്റർ 20 ആണോ നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നതെന്ന് അറിയില്ല. ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്ക്. നെക്സ്റ്റ് ചാപ്റ്റർ 21 CSSD, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് 22 റേഡിയോളജി. റേഡിയോളജി സർവീസസ്. Radiology services. Next 23 dietary services. Dietary services. Next 24 dialysis services. Dialysis services. Dialysis services. Next chapter 25 hospital acquired infection, nosocomial infection. Hospital acquired infection. Next 34 medical gases. Medical gases. Medical gases. Next, housekeeping 26, housekeeping services. Housekeeping services. Housekeeping services. Next, chapter 27, mortuary services. Mortuary services. Next 28 ആംബുലൻസ് സർവീസസ്. ഇത്രയാണ് നമുക്ക് എക്സാമിനുള്ള പോർഷൻസ്. ആംബുലൻസ് സർവീസസ്. അപ്പൊ മൊത്തം എത്ര ചാപ്റ്റർ ഉണ്ട്? 12 അല്ലെ? 12 ചാപ്റ്റർ ആണ് എക്സാമിനുള്ളത്. ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളില് 12 ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ആംബുലൻസ് സർവീസ് എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ലാസ്റ്റ് നമ്മൾ എടുത്ത ചാപ്റ്റർ അല്ലേ, അപ്പൊ അതിന്റെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എക്സാമിനെ കുറിച്ച്? ഡേറ്റും കാര്യങ്ങളൊക്കെ പറയും. നമ്മുടെ പോർഷൻസ് ഇനി ഉള്ള ക്ലാസ്സുകളിൽ റിവിഷൻ ആയിരിക്കും കേട്ടോ. ഓരോ 1-2 ചാപ്റ്റർ വൈസ് നമുക്ക് റിവിഷൻ ആയിരിക്കും ഇനി വരുന്നത്. എക്സാമിന്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഇവിടെ നിന്ന് അറിയിക്കും. ഇനി അശ്വതി മിസ്സിന്റെ കഴിഞ്ഞിട്ടില്ല അല്ലെ? ഇല്ല ടീച്ചർ. അശ്വതി മിസ് ടീച്ചറിന്റെ എക്സാം കഴിഞ്ഞില്ലേ? ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളും കഴിഞ്ഞില്ലേ? ഇല്ല ടീച്ചർ, ഒരു ലാസ്റ്റ് ഓപ്പറേഷൻ തിയേറ്റർ എന്നുള്ള ചാപ്റ്റർ ആണ് എടുക്കുന്നത്. നിഷ ടീച്ചറിന്റെ കഴിഞ്ഞില്ലേ? നിഷ ടീച്ചറിന്റെ കഴിഞ്ഞ ടീച്ചർ, അശ്വതി ടീച്ചറിന്റെ കഴിഞ്ഞു.
നിഷ് ടീച്ചറിന്റെ കഴിഞ്ഞു, നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ചാപ്റ്ററിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോട്ട് എടുക്കാം കേട്ടോ. ആംബുലൻസ് സർവീസസ്. അപ്പൊ നമുക്ക് 12 ചാപ്റ്റർ ആണ് എക്സാമിനുള്ളത് കേട്ടോ. എന്റെ ഭാഗത്തു നിന്നുള്ളതാണ് പറഞ്ഞത്. ഓരോ ടീച്ചേഴ്സും അവരവർക്കൂടെ പറഞ്ഞു തരും. ഇനി നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഇന്നിപ്പോ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് എഴുതാം. ഇനി നെക്സ്റ്റ് നമുക്ക് ചാപ്റ്റർ വൈസ് നമുക്ക് 2 ചാപ്റ്ററോ 3 ചാപ്റ്ററോ വെച്ച് ഓരോ ദിവസം റിവിഷൻ ചെയ്ത് പോകാം. ഓക്കെ, എഴുതിപ്പോ. മിസ് ഏപ്രിൽ മാസം എക്സാം കാണുമോ? എന്തോ? ഏപ്രിൽ മാസം എക്സാം കാണുമോ? ഈ മാസം ഉണ്ടാവും. അത് ഡേറ്റും കാര്യങ്ങളൊന്നും ആയിട്ടില്ല, പറഞ്ഞിട്ടില്ല. എന്തായാലും അശ്വതി മിസ്സിന്റെ ചാപ്റ്റർ തീർന്നിട്ടില്ലല്ലോ. ടീച്ചറിന്റെ കുറച്ച് ചാപ്റ്റേഴ്സ് കൂടി 2 ചാപ്റ്റർ ഉണ്ട് തോന്നുന്നു എടുക്കാനായിട്ട്. പിന്നെ ശരിക്കും നിങ്ങൾക്ക് ഈ മാസം ആവുമ്പോ നിങ്ങളുടെ 3 മാസം ആവൂലേ? ജനുവരി 1 അല്ലേ നിങ്ങളുടെ സ്റ്റാർട്ട് ചെയ്തത്? ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആദ്യം 1-ാം തീയതി ആകുമ്പോഴത്തേക്കും നമുക്ക് 3 മാസം കഴിഞ്ഞില്ലേ? 3 മാസം ആകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സെക്കൻഡിന്റെ മൊഡ്യൂളിന്റെ എക്സാം ഉണ്ടാവും. പിന്നെ അടുത്തത് 3rd 4th മൊഡ്യൂൾ, അത് 3 മാസം, അങ്ങനെ 6 മാസം അല്ലേ നമുക്ക് വെച്ചത്. എന്തായാലും നിങ്ങളോട് ഡീറ്റെയിൽ പറയും. നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞു. ഇനി ഇതിന്റെ എക്സാം ഉണ്ടാവും. എക്സാം കഴിഞ്ഞിട്ടാണ് 3rd 4th സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ടീച്ചറിന്റെ ചാപ്റ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാം ഉണ്ടാവും. ഡേറ്റ് ഒക്കെ നിങ്ങൾ അറിയിക്കും. എക്സാമിന് മുന്നേ എന്തായാലും എങ്ങനെയാണ് എക്സാം അറ്റൻഡ് ചെയ്ത് അങ്ങനെയൊക്കെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ക്ലാസ്സും തരും. അതൊന്നും അവർക്ക് ടെൻഷൻ അടിക്കണ്ട. ഇതായാലും എക്സാം എടുത്തിട്ടുണ്ട്. നമ്മുടെ ചാപ്റ്റേഴ്സ് കഴിഞ്ഞല്ലോ. ടീച്ചർ ഇംഗ്ലീഷിന്റെ എക്സാം കാണും. അത് എങ്ങനെയൊക്കെയാന്നുള്ള നിങ്ങളെ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറയൂ കേട്ടോ. കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ്, എത്ര മാർക്കിന്റെ എക്സാം ആണ്, ഏതൊക്കെയാണ്. നമ്മുടെ ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞു, 12 ചാപ്റ്റർ ആണ് നമ്മുടെ എക്സാമിനുള്ളത്. അങ്ങനെ ഓരോ ടീച്ചേഴ്സും പറയും എത്ര ചാപ്റ്റേഴ്സ് ആണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ പറഞ്ഞു തരും. നമുക്ക് ഇന്ന് ഈ ആംബുലൻസ് സർവീസ് ചാപ്റ്ററിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, നോട്ട് എടുക്കാം. എന്തെങ്കിലും നിങ്ങൾക്ക് എന്തായാലും മൊത്തം അശ്വതി ടീച്ചറെ കൂടി കഴിഞ്ഞിട്ടാണ് എക്സാമിന്റെ കാര്യം നിങ്ങൾ പറയുള്ളൂ കേട്ടോ. ടീച്ചറിന്റെ കുറച്ചുണ്ടല്ലോ തീർക്കാനായിട്ട്. നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ ഇന്നും കൂടി കഴിഞ്ഞ് നമുക്ക് റിവിഷൻ ചെയ്യാം. ഇപ്പൊ ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്ററോ അല്ലെങ്കിൽ ഓരോ ചാപ്റ്റർ വൈസ് തന്നെ നമുക്ക് ഞാൻ പറയാം ഏതൊക്കെ ചാപ്റ്റർ റിവിഷന് പഠിക്കേണ്ടിന്ന്. അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിക്കൊണ്ട് വരിക. അപ്പൊ നമുക്കത് ക്ലാസ്സിൽ ഒന്നുകൂടി നമുക്ക് ആ പോയിന്റ്സുകൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഒന്നുകൂടി പറഞ്ഞ് പോയിന്റ്സ് എഴുതി ക്വസ്റ്റ്യൻസ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതിയതും ഒക്കെ നമുക്ക് നോക്കി പോകാം. ഓക്കെ, എഴുതിപ്പോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആംബുലൻസ് സർവീസ്. Dash is a medically, medically medically arranged vehicle, medically arranged vehicle. Dash is a medically arranged vehicle which transports patients, to treatment patients to treatment facilities. ഏതാ
ആംബുലൻസ്. ആംബുലൻസ് നോക്കിയേ, മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആംബുലൻസ് ആണ്. ഓക്കെ, ആംബുലൻസ് ഈസ് എ മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾസ് വിച്ച് ട്രാൻസ്പോർട്ട് പേഷ്യന്റ് ടു ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. എക്സ്പാൻഡ്, എക്സാമിനുള്ള ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പാൻഡഡ് ഫോം ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഒന്നോ രണ്ടോ എക്സ്പാൻഡഡ് ഫോം ചോദിക്കും കേട്ടോ. ഔട്ട് ഓഫ് എത്ര മാർക്കിന്റെ ആണെന്ന് ഒക്കെ നിങ്ങളോട് പിന്നെ പറയും. എക്സ്പാൻഡ് EMS നമുക്ക് ഈ റിവിഷൻ ചെയ്യണതിന്റെ ഒപ്പം തന്നെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടി നോക്കാട്ടോ. അപ്പൊ അതിനകത്ത് നിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു പാഠഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് അപ്പൊ അതിന്റെ ഒപ്പം റിവൈസ് ഒന്ന് ചെയ്യാം. എക്സ്പാൻഡ് EMS, എന്താ എക്സ്പാൻഡഡ് ഫോം? എമർജൻസി മെഡിക്കൽ സർവീസസ്. ഓക്കെ, വെരി ഗുഡ്. എമർജൻസി മെഡിക്കൽ സർവീസസ്. എമർജൻസി മെഡിക്കൽ സർവീസസ്. Emergency medical services. Next question, third question. The term TER, the term ambulance, the term ambulance comes from the Latin word dash. The term ambulance comes from the Latin word dash. Is word ambulance. AMBULARE. Ambulare. ഷാരോൺ ഉണ്ട്, ജാസ്മിൻ ഉണ്ട് അല്ലെ? ഈ ലൈവ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലല്ലോ നിങ്ങള്? എന്ത് പറ്റി? ഇന്നലെ ലൈവ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലല്ലോ, ജാസ്മിനും ഷാരോണും ഉണ്ടായിരുന്നില്ലല്ലോ. ടീച്ചർ, എനിക്ക് ട്രാൻഡ്രത്ത് പോവേണ്ട ഒരു ആവശ്യമുണ്ട്. ഞങ്ങൾ വിചാരിച്ചു ഈസ്റ്റർ ഒക്കെ ആയിട്ട് തിരക്കായിരിക്കും. ഈസ്റ്ററിന്റെ ജാസ്മിൻ എന്ത് പറ്റി? ഇല്ല ടീച്ചർ, എനിക്ക് പേട്ടയില് പോണമായിരുന്നു, പേപ്പർ വർക്കിന്, അതിന്റെ ഒരു ആവശ്യം. എത്തിയുണ്ടായിരുന്നുള്ളൂ, ക്ലാസ്സിൽ ലൈവ് കയറിയുള്ളൂ. പക്ഷെ എന്റെ ഫോണിന് എന്തോ ചാർജ് ഇല്ലാന്നോ അങ്ങനെ എന്തോ പ്രശ്നം പറയണ്ടായിരുന്നു. ഞങ്ങൾ ഓർത്ത് നിങ്ങളൊക്കെ എവിടെ പോയി, അപ്പൊ പറഞ്ഞു ഇവിടെ ഈസ്റ്റർ ഒന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫോർത്ത് ക്വസ്റ്റ്യൻ. The Latin word ambulare, AMBULARE. The Latin word ambulare means dash. അത് നിങ്ങൾ ഓപ്ഷൻസ് നോക്കണ്ട, ഓപ്ഷൻസ് നോക്കിയിട്ട് എഴുതുക. ടു വാക്ക് അതാണ് കറക്റ്റ് ആയിട്ട് കിടക്കുന്നെങ്കിൽ അത് എഴുതുക. മൂവ് എബോട്ട് ആണെങ്കിൽ അത് എഴുതുക. നോക്കേണ്ട രണ്ടും കൂടി തരൂല, ഒന്നല്ലെങ്കിൽ ടു വാക്ക് അല്ലെങ്കിൽ മൂവ് എബോട്ട് ഏതെങ്കിലും തരൂല. അത് ഓപ്ഷൻ നോക്കിയിട്ട് എഴുതുക. If to walk or move about. To walk or move about. To walk or move about. ഇനി നമ്മൾ അതിനകത്ത് എഴുതിയത് സോ മെനി ടൈപ്സ് ഓഫ് ആംബുലൻസ് ആണ്. 3 ടൈപ്പാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു 3 ടൈപ്സ് ഓഫ് ആംബുലൻസ് പറഞ്ഞത്? എമർജൻസി ആംബുലൻസ്,
അതല്ലാതെ അതിന് മുന്നിൽ നോക്കിയേ, സോ മെനി ടൈപ്സ് ഓഫ് ആംബുലൻസ്, റോഡ് ഗോയിങ് ആംബുലൻസ്, എയർ ഗോയിങ് ആംബുലൻസ്, വാട്ടർ ഗോയിങ് ആംബുലൻസ്. ambulance. നിങ്ങൾക്ക് അതറിയാത്ത സിമ്പിൾ ആണ്. അതിന്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. വാൻസ്, മോട്ടോർ സൈക്കിൾ, ബൈസൈക്കിൾ, ബസ്സസ്, ഇതൊക്കെ റോഡ് ഗോയിങ് ആംബുലൻസിൽ വരുന്നതാണ്. ഹെലികോപ്റ്റർ, എയർക്രാഫ്റ്റ് ഇതൊക്കെ എയർ ഗോയിങ് ആംബുലൻസിൽ വരുന്നത്. ബോട്ട്, ഹോസ്പിറ്റൽ, ഷിപ്സ് ഒക്കെ വാട്ടർ ഗോയിങ് ആംബുലൻസിൽ വരുന്നതാണ്. അപ്പൊ അത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എഴുതിക്കോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് Which of the following not comes under? Which of the following not comes under? Not comes under road going ambulance. Which of the following not comes under road going ambulance? Options എഴുതിക്കോ. A, bicycle, bicycles. Option B എഴുതാ, motorcycles. C എഴുതാ, aircraft, aircraft. D എഴുതുക, vans. ഏതാ റോഡ് ഗോയിങ് ആംബുലൻസിൽ വരാത്തത്? ഏതാ? എയർക്രാഫ്റ്റ്. അതുപോലെ ഏത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ, അല്ലെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ നമ്മള് ഫങ്ഷണൽ ടൈപ്പ് ആണ് പറഞ്ഞത്. പല ഫങ്ഷണൽ ടൈപ്സ് ഓഫ് ആംബുലൻസ് ആണ്. എമർജൻസി സിറ്റുവേഷൻസ്, എമർജൻസി ആംബുലൻസ് പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ്. ആ ഒരു ഇത് മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്, ആംബുലൻസ് ബസ്, കുറെ ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ഇതാണ് ആംബുലൻസ് ബസ്. ആംബുലൻസ് സർവീസ്. ഒരു സ്ഥലത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടാകുമ്പോ ഒരു ബസ്സൊക്കെ ഒരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ അതിനകത്ത് കുറെ ആളുകൾക്ക് ഒരുമിച്ച് അപകടം പറ്റില്ലേ? അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് ആംബുലൻസ് ബസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് ആളുകളെ ഒരു സമയത്ത് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആംബുലൻസ് ബസ് യൂസ് ചെയ്യുന്നത്. സാധാരണ ആംബുലൻസിലാണെങ്കിൽ നമുക്ക് ഒരാളെയൊക്കെയല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ ആംബുലൻസ് ബസ്സിൽ ഇങ്ങനെയുള്ള വലിയ അപകടങ്ങളൊക്കെ വരുമ്പോ ഒരുപാട് ആളുകൾക്ക് ഒരുമിച്ച് ആ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിലൊക്കെയാണ് ആംബുലൻസ് ബസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ചാരിറ്റി ആംബുലൻസ് വരുന്നുണ്ട്, പിന്നെ ബാരിയാട്രിക് ആംബുലൻസ്, റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്, സൈക്യാട്രിക് ആംബുലൻസ്. ഈ ഒരു ഭാഗത്തു നിന്നാണ് അടുത്ത ക്വസ്റ്റ്യന് എഴുതിക്കോ. The most usual, USUAL. The most usual mode of ambulance. The most usual mode of ambulance which gives care to patients, with a critical illness or injury. The most usual mode of ambulance which gives care to patients with a critical ill or injury. ഏത് ടൈപ്പ് ആംബുലൻസ് ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്? ഏത് ആംബുലൻസിലാണ് വരുന്നത്? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ആണോ, എമർജൻസി ആംബുലൻസ് ആണോ, പിന്നെ അതുപോലെ ആംബുലൻസ് ബസ് ആണോ, ചാരിറ്റി ആംബുലൻസ് ഒക്കെ ആണോ? ഏതാണ് ഫങ്ഷണൽ ടൈപ്പിലൊന്ന് നോക്കിയേ. എമർജൻസി ആംബുലൻസ്. എമർജൻസി ആംബുലൻസ്. ഓക്കെ, വെരി ഗുഡ്. എമർജൻസി ആംബുലൻസ് ഫസ്റ്റ് സെന്റൻസ് ആണ് അത്. എമർജൻസി ആംബുലൻസിന്റെ the most usual mode of ambulance which gives care to patients with a critical illness or injury. Next.
അടുത്ത ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് in which of the following type of ambulance is used to transporting patients to TIVO, patients to, from or between location of medical treatment for non-urgent care. In which of the following type of ambulance is used to transporting patients to, from, or between the location of medical treatment for non-urgent care? ശ്രദ്ധിക്കുക, അവിടെ നോൺ അർജന്റ് കെയർ എന്ന് തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻസ് എഴുതണമെന്നില്ല, നിങ്ങൾ കറക്റ്റ് എഴുതിയാൽ മതി. സൈക്യാട്രിക് ആംബുലൻസ്, എമർജൻസി ആംബുലൻസ്, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്, none of the above. ഏത് ആംബുലൻസിലാ നോൺ അർജന്റ് കെയർ ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ഏത് ടൈപ്പ് ഓഫ് ആംബുലൻസിലാ? ഷാരോൺ കേൾക്കുന്നില്ലേ? ജാസ്മിൻ? പേഷ്യന്റ് ട്രാൻസ്പോർട്ട്. ഓക്കെ, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസിലാണ്. അവിടെ പ്രത്യേകം എന്താ, നോൺ അർജന്റ് കെയർ ആണ്. എമർജൻസി കാര്യങ്ങളൊന്നും ഇല്ല. സാധാരണ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്. Patient transport ambulance. Patient transport ambulance. Patient transport ambulance. Okay, next question. Next question is, which of the following type of ambulance is used to transport a great number of patients. In which of the following type of ambulance is used to transport a great number of patients? ആംബുലൻസ് ബസ്. ഇതിനകത്ത് കുറെ ആളുകൾ കൊണ്ടുപോകുന്നത് ആംബുലൻസ് ബസ്സാണ്. എമർജൻസി ആംബുലൻസ്, ആംബുലൻസ് ബസ്, റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്, ചാരിറ്റി ആംബുലൻസ്. ഏതാ ഇതിനകത്ത് വരുന്നേ? ലാർജ് നമ്പർ ഓഫ് പീപ്പിൾസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്? ആംബുലൻസ് ബസ്. ഓക്കെ, ആംബുലൻസ് ബസ്. ആൻസർ ചെയ്ത ആംബുലൻസ് ബസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ആംബുലൻസ് ബസ് ആൻസർ എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. ഇങ്ങനെ ഓരോന്നിനും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. അതിന്റെ ഓരോന്നിന്റെ ഇമ്പോർട്ടൻസ് നോക്കിയിട്ട് ഓരോ ഇതിനും ചോദിക്കാം. അത് ആ ഒരു ഭാഗം ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഫങ്ഷണൽ ടൈപ്പ് വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് സൈക്യാട്രിക് ആംബുലൻസ്. Psychiatric ambulance, PSYCHIATRIC, psychiatric ambulance, committed, committed to treat dash. Psychiatric emergency. Psychiatric emergencies. Okay, very good. Psychiatric ambulance committed to treat psychiatric emergencies. Next question. Next question. In which of the following ambulance? In which of the following ambulance is used to? In which of the following ambulance is used to extremely overweight patients? Extremely overweight patients equipped with the overweight patients equipped with the proper tools to move and manage these patients. Overweight, okay, bariatric ambulance ആണ്. Overweight patients നെ ക്യാരി ചെയ്യാൻ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. A peculiar mode of patient transport ambulance is designed for extremely overweight patients. അവിടെ നോക്കാട്ടോ, അത് അണ്ടർലൈൻ ചെയ്യാം. Designed for extremely overweight patients equipped with the proper tools to move and manage these patients. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത് സൈക്യാട്രിക് ആംബുലൻസ്, ആംബുലൻസ് ബസ്, ബാരിയാട്രിക് ആംബുലൻസ്, none of the above. ബാരിയാട്രിക് ആംബുലൻസ് correct answer. Next question. Next question. Based on the level of care, based on the level of care, road ambulance, based on the level of care, road ambulance, based on the level of care, road ambulance, classified into dash types. Four types. Four types. Based on the level of care, the road ambulance classified into four types. ഏതൊക്കെയായിരുന്നു? Medical. Type A, type B, type C, type D. Four type ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അത് എന്തിനെ ബേസ് ചെയ്തിട്ട്? ലെവൽ ഓഫ് കെയർ. Based on the level of care, road ambulance may be classified into four types. അതിനകത്ത് type A. Type A യിൽ വരുന്ന ഏതാ? മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ ആണ് ടൈപ്പ് എയിൽ വരുന്നത്. അത് നോക്കണം.
അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടൈപ്പ് എയില് മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ ആണ്. ക്വസ്റ്റ്യൻ എഴുതിക്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ ടൈപ്പ് ബിയില് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്. ടൈപ്പ് സിയില് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. നെക്സ്റ്റ് ടൈപ്പ് ഡിയില് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഓരോന്നിന്റെ കീഴിൽ വരുന്നത് ഏതാണെന്നാണ് ആ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ എഴുതിപ്പോ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് type of road ambulance in which of the following type of road ambulance is in which of the following type of road ambulance is which of the following type of road ambulance is comes under basic life support ambulance. ഇതിനകത്ത് ഏത് ടൈപ്പ് ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ്, അതായത് ഏത് ടൈപ്പ് ആണ് ചോദിച്ചായിരുന്നു. ഏത് ടൈപ്പ് ഓഫ് റോഡ് ആംബുലൻസ് ആണ് ഇതിന്റെ കീഴിൽ വരുന്നത്? ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. അതിന്റെ കീഴിൽ വരുന്നത് ഏത് ടൈപ്പ് ആണ്? ഓപ്ഷൻസ് ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി. ഏത് ടൈപ്പാ? ടൈപ്പ് സി. ഓക്കെ, വെരി ഗുഡ്. ടൈപ്പ് സി ആണ്. ടൈപ്പ് സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. Advanced life support ambulance. Advanced life support ambulance, also known as advanced life support ambulance, also known as cardiac, also known as dash എന്നാണ് കേട്ടോ. ഡാഷ് ആക്കി എഴുതിക്കോ. Advanced life support ambulance is also known as life support ambulance. നെ പറയുന്ന മറ്റു പേര് ഏതാ? കാർഡിയാക് കെയർ ആംബുലൻസ്. Okay, very good. Cardiac care ambulance. Advanced life support ambulance is also known as cardiac care ambulance. Cardiac care ambulance. ഇനി അതിന്റെ കീഴിൽ തന്നെ വരുന്നത് നിങ്ങൾ നോക്കി അവിടെ കുറച്ച് എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ അവിടെ മെഷീൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഡിഫൈബ്രിലേറ്റർ, പിന്നെ ECG മെഷീൻ, പിന്നെ അതുപോലെ തന്നെ പൾസ് ഓക്സിലേറ്റർ, ഓക്സിജൻ സിലിണ്ടേഴ്സ്, വെന്റിലേറ്റേഴ്സ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പൊ അതിന്റെ ബ്രാക്കറ്റിൽ തന്നെ തന്നിട്ടുണ്ട്. അത് ശ്രദ്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ അതിന്റെ എഴുതിക്കോ. നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാം, എ മെഷീൻ യൂസ്ഡ് ടു റെസ്യൂം ദ ഹാർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതുക. എ മെഷീൻ used to resume the heart. ഏത് മെഷീനാ? Defibrillators. Defibrillator. Next question എഴുതിക്കോ. The machine
the machine used to keep the machine used to keep a check on the heart rate of a person. Heart rate check in the machine used to keep a check on the heart rate of a person. In machine ECG. ECG machine. ECG machine. Next question. Dash is used to check for the dash is used to check for the amount of oxygen. Check for the amount of oxygen in the blood. Pulse Dash oximeter. is used to check the amount of oxygen in the blood. Pulse oximeter. Okay, pulse oximeter. Pulse oximeter. ഇതിന്റെ എക്യുപ്മെന്റ്സ് ആണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അതിനകത്ത് ടു വേ റേഡിയോ, ഇതെല്ലാം കമ്മ്യൂണിക്കേഷന് വേണ്ടി തന്നെയുള്ളതാണ്. മൊബൈൽ ഡാറ്റ ടെർമിനൽ കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ എവിഡൻസ് ഗ്യാതറിംഗ് CCTV, പിന്നെ അടുത്ത റാമ്പുകള്, പിന്നെ ട്രോമ ലൈറ്റിംഗ്, പ്രത്യേകം ലൈറ്റ്സുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. നോർമൽ ലൈറ്റിന്റെ ഒപ്പം തന്നെ ആംബുലൻസിൽ ഫിറ്റ് ചെയ്തേക്കുന്ന ചില ട്രോമ ലൈറ്റിംഗ് ഉണ്ട്. സ്പെഷ്യൽ ലൈറ്റിംഗ് ഓഫൺ ബ്ലൂ ഓർ ഉണ്ട്, വിച്ച് ഈസ് യൂസ്ഡ് ടു വെൻ ദ പേഷ്യന്റ് പിക്ക് ഓഫ് ഫോട്ടോ സെൻസിറ്റീവ്സ്. ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസുകൾ അവര് ഇത് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവര് ലൈറ്റിനോട് സെൻസിറ്റിവിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ലൈറ്റിന് സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ലൈറ്റിംഗ് ഫെസിലിറ്റി ആംബുലൻസിൽ ഉണ്ടാവും. ലൈറ്റിനോട് സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ലൈറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ആംബുലൻസിൽ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അവർക്ക് നോർമൽ ലൈറ്റ്സ് പറ്റില്ല, അപ്പൊ അതിനനുസരിച്ചുള്ള സ്പെഷ്യൽ ലൈറ്റുകൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ട്രോമ ലൈറ്റിങ്, പിന്നെ അതുപോലെ തന്നെ എയർ കണ്ടീഷണർ. ഇത് air can help to keep the suitable temperature for any patients being treated. പിന്നെ അതുപോലെ തന്നെ എന്തില്ലാതിരിക്കാനാണ് ഫിൽറ്റർ ചെയ്യാനുള്ള എയർബോൺ പാത്തോജൻസിനെ ഫ്രീ ആയിരിക്കാൻ വേണ്ടിയിട്ട് എയർ കണ്ടീഷണേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ അവിടെയുള്ള എല്ലാ ഡീറ്റെയിൽസ് കാണിക്കുന്ന ഡാറ്റ റെക്കോർഡ്സുകളൊക്കെ ഉണ്ടായിരിക്കും. ആ ഭാഗമൊക്കെ നിങ്ങൾ അതിൽ നിന്ന് തന്നെ ഒന്ന് വായിച്ചു നോക്കുക. അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. എക്സ്പാൻഡ് MDT. Expand MDT. MDT എന്താ? മൊബൈൽ ഡേറ്റ ടെർമിനൽ. മൊബൈൽ ഡേറ്റ ടെർമിനൽ. Mobile data terminal.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. ഇനി ഇവിടെ നിങ്ങൾ ഇത് നോക്കണം കേട്ടോ. നമ്മുടെ പാസീവ് വിഷ്വൽ വാർണിംഗില് സ്റ്റാർ ഓഫ് ലൈഫ്, റെഡ് ക്രോസ്, റെഡ് ക്രിസന്റ്, മാൾട്ടേസ് ക്രോസ്. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാ? ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ഏതാ? റെഡ് ക്രോസ് ആണ് നമ്മള്. ആംബുലൻസ് പിന്നെ ശ്രദ്ധിച്ചായിരുന്നു ഇങ്ങനെയുള്ള ചെക്ക് ഇത് കണ്ടിട്ടുണ്ട് ആംബുലൻസില്. നമ്മുടെ ഇവിടെ കൂടുതലും ഏതാണ്? റെഡും വൈറ്റും ആണുള്ളൂ, ചെക്കായിരിക്കും. ശ്രദ്ധിച്ചായിരുന്നോ? പിന്നെ കണ്ടായിരുന്നോ ഇങ്ങനെയുള്ള ഡിസൈനുകള്? കണ്ടിട്ടുണ്ടോ ആംബുലൻസില്? വീട്ടിലൊക്കെ ഇങ്ങനെയുള്ള ചെക്ക് ഇതുണ്ടാവും. നമ്മുടെ ഇവിടെ കൂടുതൽ കണ്ടേക്കുന്നത് റെഡും വൈറ്റും മിക്സ് ആയിട്ടുള്ള ചെക്ക് ഇങ്ങനെയായിരിക്കും ആംബുലൻസിൽ ഉണ്ടായിരിക്കും. ഫ്രണ്ടിലും ഉണ്ടായിരിക്കും, സൈഡിലൊക്കെ ആ ഇത് ഇതുണ്ടാവും, ഡിസൈനുകൾ ഉണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോ. മോഡേൺ ആംബുലൻസ് ഇത് ഓരോന്ന് എന്തിനാണ് ഈ സിമ്പിളുകൾ യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? പാസീവ് വിഷ്വൽ വാർണിംഗ് സിമ്പിൾ എന്തിനാ? എന്ത് ഇതായിട്ടാ? എന്തിനാ? ഒരു മെഡിക്കൽ എമർജൻസി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓരോ സിമ്പിളുകളും. നമ്മുടെ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത് റെഡ് ക്രോസ് ആണ്. പിന്നെ ഈ ഫസ്റ്റത്തെ സിമ്പിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലില് കണ്ടിട്ടുണ്ടോ? ഫസ്റ്റ് സിമ്പിള് അതും കണ്ടിട്ടുണ്ടോ? ആംബുലൻസിന്റെ ഒരു ഏത് കളറാണ്? ഒരു ബ്ലൂ കളറായിട്ട് ഇത് ഫസ്റ്റത്തെ സ്റ്റാർ ഓഫ് ലൈഫ്, സ്നേഹിന്റെ പടവും ഇതായിട്ട് അതും നമ്മുടെ ഇവിടെ കണ്ടിട്ടുണ്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ, എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലൊക്കെ ഹോസ്പിറ്റലിലെ ആംബുലൻസിന്റെ ബാക്കില് ഈ ഫസ്റ്റ് സിമ്പിള് സ്റ്റാർ ഓഫ് ലൈഫ് അത് കാണാം. ഇതിനകത്ത് ഉണ്ടാവും കേട്ടോ. ഞാനത് ജസ്റ്റ് ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ അവിടെ ചെന്നപ്പോ കണ്ടതാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോഡേൺ ആംബുലൻസ് normally carry dash designs. Modern ambulance normally carry dash design which reflect light from car headlights or torches. Modern ambulance normally carry dash design which reflect light from car headlights or torches. എന്താ ഒരു ഡിസൈൻ ഇത് പറയുന്നുണ്ടല്ലോ പ്രത്യേകം? കണ്ടോ? ബാച്ചൻബർഗ് മാർക്കിങ്ങിന്റെ ആ ഫസ്റ്റ് പാരഗ്രാഫിൽ വായിച്ചു നോക്കി. കണ്ടോ? Modern ambulance normally carry retro-reflective design. Answer എഴുതിക്കോ. Retro, R-E-T-R-O, reflective, R-E-F-L-E-C-T-I-V-E, retro-reflective design which reflect light from car headlights or torches.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എത്തിക്കോ. Common colors for ambulance, common colors for ambulance warning beacons. Common colors for ambulance warning beacons are dash. Common colors for ambulance warning beacons are dash. blue, ഏതൊക്കെയായിരിക്കാം? Blue, red, red, amber, and and white. Okay. Next question എഴുതുക. എത്രാമത്തെ ക്വസ്റ്റ്യൻ എഴുതുന്നത് നമ്മള്? 19 എഴുതി ടീച്ചർ. 20 അല്ലേ? ഓക്കെ. Expand RDS. Expand RDS. Expand RDS. RDS എന്താ? റേഡിയോ ഡേറ്റ സിസ്റ്റം. Okay, very good. Radio data system. പിന്നെ എത്ര ഡിഗ്രി കവറേജ് എന്നുള്ളത് നമ്മളെ എഴുതിയിട്ടുണ്ട്, മോക്ക് ടെസ്റ്റിൽ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. So as to increase safety, it is the best practice to have 300-degree coverage. 360-degree coverage. 360 ഡിഗ്രി നമ്മൾ പറഞ്ഞു. ലൈറ്റുകൾ നമ്മുടെ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നുള്ളവർക്ക് മാത്രമല്ല, ഫുള്ള് എല്ലാ ചുറ്റും കാണാൻ വേണ്ടിയിട്ട് 360 ഡിഗ്രി കവറേജ് ഉള്ള വാച്ചിങ് വാണിംഗ് സിഗ്നലുകളാണ് കാണിക്കുന്നത്. ആ ലൈറ്റ് 360 ഡിഗ്രി കവറേജ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇനി എഴുതുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇനി നമ്മൾ പറഞ്ഞത് കോസ്റ്റ് ഓഫ് ആംബുലൻസ് ആണ്. കോസ്റ്റ് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് ഉണ്ട്, പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ് ഉണ്ട്, ചാരിറ്റി ഫണ്ടഡ് സർവീസ് ഉണ്ട്, ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് ഉണ്ട് അല്ലെ? അങ്ങനെ ഓരോന്ന് നോക്കാട്ടോ. ഏത് ഇതിനകത്ത് വരുന്നതാണെന്ന് ചോദിക്കാം അവിടെ. In which of the following ambulance service, ഏത് ടൈപ്പ് ഓഫ് ആംബുലൻസ് സർവീസ് ആണ് എന്ന് പറഞ്ഞിട്ട് ഓരോന്നും. പിന്നെ ട്രാൻസ്പോർട്ട് ബൈ ദ ആംബുലൻസ് മൈ ബി ദ ഫ്രീ ഓഫ് ചാർജ് ടു പേഷ്യന്റ് ടു ചാരിറ്റി, ചാരിറ്റി ഫണ്ടഡ് ആണ്. പിന്നെ in which of the following ambulance service cost of the ambulance transport should be paid themselves or through the insurance company, അത് പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ് ആണ്. അങ്ങനെ ആ 4 എണ്ണത്തിനും അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ഒരെണ്ണം എഴുതിക്കോട്ടെ. In which of the following ambulance service, in which of the following ambulance service cost of the ambulance transport, cost of ambulance transport should be, the cost of ambulance transport should be by themselves. Should be by themselves or through their THROUGH, through their insurance company.
ഏത് ആംബുലൻസ് സർവീസിലാ? പ്രൈവറ്റ്ലി ഫണ്ടഡ് പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്. അങ്ങനെ ഓപ്ഷൻസ് തരാം കേട്ടോ. ചാരിറ്റി ഫണ്ടഡ് സർവീസ്, ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്, പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ് അങ്ങനെ തരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. എ പേഴ്സൺ, അതിൽ നിന്ന് അങ്ങനെ ചോദിക്കാം. അപ്പൊ അതിൽ 4 നിങ്ങളത് പഠിക്കാം. പിന്നെ അറിയാലോ നമ്പർ 108 ആണെന്നുള്ളത് സർവീസിൽ വിളിക്കാനുള്ള നമ്പർ 108. പിന്നെ ഈ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് പിന്നെയും തരുന്നില്ല. ഇൻഫർമേഷൻ ഏതൊക്കെ ഇൻഫർമേഷൻ ആണ് ആംബുലൻസിന് കോൾ ചെയ്യുന്നവർ കൊടുക്കുന്നത്. Where the call is placed from, emergency type, number of people injured and the state of injury, അവസ്ഥ എന്താണ്, caller name and contact number for the location guidelines if needed. അതൊക്കെ നമ്മൾ എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നെക്സ്റ്റ് എഴുതിക്കോ. ക്രൂയിങ്ങിനും എഴുതിയിട്ടുള്ളതാണ് കേട്ടോ. അടുത്ത എഴുതിക്കോ. The first responders job is to give dash. The first responder job is to give dash. Nana, job is to give early critical care. Early critical care. To give early critical care. The first responder job is to give early critical care. Next question. Expand CRP. Expand CRP. CRP എന്താ? CPR ആണ്. സോറി, CPR. സോറി ഇതാ CPR. CRP അല്ല, CPR. ഞാൻ ഇവിടെ എഴുതിയതിന് മിസ്റ്റേക്ക് വന്നു. CPR. ഏതാണ് CPR? പൾമണറി റെസിസിറ്റേഷൻ. കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ബാലൻസ് ഒരു 4-5 ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ. അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. അപ്പൊ നാളെ നിങ്ങൾ ഇനി നമുക്ക് റിവിഷൻ എങ്ങനെ ബാക്ക് ചെയ്ത് തുടങ്ങണോ അതോ ഫ്രണ്ടിൽ നിന്ന് തന്നെ പഠിച്ചു പോയാൽ മതിയോ? ഫ്രണ്ടിൽ നിന്ന് തന്നെ മതി അല്ലെ? അപ്പൊ ഫസ്റ്റ് ഹിസ്റ്ററിയും ഇൻട്രൊഡക്ഷനും നെക്സ്റ്റ് ഇനിയിപ്പോ നാളെ ഇല്ലല്ലോ നിങ്ങൾക്ക് ക്ലാസ്. നെക്സ്റ്റ് തേഴ്സ്ഡേ അല്ലേ വരുന്ന ക്ലാസ്? തേഴ്സ്ഡേ ആണ്. അപ്പൊ തേഴ്സ്ഡേക്ക് ചാപ്റ്റർ 1 അതിന് അധികം ഒന്നുമില്ല. ജസ്റ്റ് ഹോസ്പിറ്റൽ എന്താണ് ഡെഫിനിഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നിട്ടുള്ളൂ. 1ഉം 2ഉം നിങ്ങൾ നോക്കാട്ടോ. ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടൊക്കെ ക്ലാസ്സിൽ കയറുക. അപ്പൊ അതിനകത്ത് നമ്മുടെ എഴുതിയ ക്വസ്റ്റ്യൻസും എക്സ്ട്രാ നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് ചെയ്യാം. ഒന്നുകൂടിയൊക്കെ പറഞ്ഞ് ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ. ഇനി എത്ര ക്ലാസ്സുകൾ നമുക്ക് കിട്ടുമെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് മാക്സിമം ഇനിയുള്ള ക്ലാസ്സുകളിൽ റിവിഷൻ തന്നെ ചെയ്യാം. അപ്പൊ ഇതിന്റെ ബാലൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ തരാട്ടോ. ഇതും കൂടി എഴുതിപ്പോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് എഴുതിയില്ലേ? കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ എഴുതിയില്ലേ? ഓക്കെ. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതാം. A person who reaches first
person who reaches first at the scene of an incident. A person who reaches first at the scene of an incident. Person ആരാ? ഫസ്റ്റ് റെസ്പോണ്ടർ. Okay, first responder. Okay. ഒരു 5-6 ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എഴുതിയിട്ട് നമുക്ക് ഫസ്റ്റും സെക്കൻഡും ചാപ്റ്റർ റിവൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഓക്കെ, താങ്ക് Okay, thank you. താങ്ക് യു മിസ്. Okay, thank you.